നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒല്ലൂർ ശിവക്ഷേത്രത്തിലാണ്. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണിത്. അധിനിവേശ ശക്തികളുടെ ആക്രമണമൊക്കെ നേരിട്ട ഒരു പുരാതന ക്ഷേത്രം. ഇവിടുത്തെ ശ്രീകോവിലൊക്കെ കാണേണ്ട കാഴ്ചയാണ്. പൗരാണികമായ ഒത്തിരി കാഴ്ചകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഇത്തരം അതിപുരാതന ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. ഇന്ന് ഇവിടെ കുടികൊള്ളുന്ന ആ കൈലാസനാഥന്റെ അനുഗ്രഹത്തോടുകൂടി ഈ പുരാതനമായ ഒല്ലൂർ ശിവക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയായി പൊറ്റമ്മൽ എന്ന ദേശത്തിനടുത്തായി ശ്രീ ഒല്ലൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന ഈ ശിവക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പൗരാണികത അനുമാനിക്കപ്പെടുന്നു. വിശാലമായ ക്ഷേത്രഭൂമിയും അതിബൃഹത്തായ ശ്രീകോവിലും മറ്റ് ക്ഷേത്ര നിർമ്മിതികളും എല്ലാം തന്നെ ഓരോ അണുവിലും പഴമയുടെ പ്രൗഢിയും ചൈതന്യവും പങ്കുവയ്ക്കുന്നുണ്ട്. ക്ഷേത്രഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ശിവതത്വത്തിൻ്റെ മഹിമ നാം അറിഞ്ഞു തുടങ്ങുന്നു എന്നതൊരു സത്യമാണ്. കലിയുഗ ആരംഭത്തിൽ കലിയുടെ ദോഷത്തിൽ നിന്നും ഈ ലോകത്തിനെ സംരക്ഷിക്കുവാനായി മഹർഷീശ്വരന്മാർ കൈലാസനാഥനെ ഈ പുണ്യഭൂമിയിൽ വെച്ച് തപസ് ചെയ്തു എന്നും അവർക്ക് മുമ്പിൽ ഭഗവാൻ ഇവിടെ പ്രത്യക്ഷനായി എന്നും വിശ്വസിക്കപ്പെടുന്നു. ഋഷീശ്വരന്മാരുടെ തപശക്തിയിൽ സംപ്രീതനായ മഹാദേവൻ സ്വയംഭൂ ശിവലിംഗത്തിൽ ഇവിടെ ആവിർഭവിച്ചു എന്നും ആ പുരാതനമായ ശിവലിംഗം തന്നെയാണ് ഇപ്പോഴും ഇവിടെയുള്ളത് എന്നൊക്കെയാണ് വിശ്വാസങ്ങൾ. ഉഗ്രമായ തപസ് അനുഷ്ഠിക്കുന്ന ഭാവത്തിലാണ് മഹേശ്വരൻ ഇവിടെ കുടികൊള്ളുന്നത്. നിഷ്കളങ്കമായ ഭക്തിയോടെ തന്നെ ഉപാസിക്കുന്ന ഭക്തജനങ്ങൾക്ക് മുമ്പിൽ ക്ഷിപ്രപ്രസാദിയായും മനസ്സറിഞ്ഞ് അധർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് മുമ്പിൽ ക്ഷിപ്രകോപിയായും കൈലാസനാഥൻ ഇവിടെ പരിലസിക്കുന്നു. ജ്ഞാനസ്വരൂപമായ ദക്ഷിണാമൂർത്തി ഭാവവും ഇവിടെ വാഴുന്ന ഭഗവാനുണ്ട് എന്നാണ് വിശ്വാസം. അതിനാൽ സദാ ആത്മജ്ഞാനത്തെ പ്രവഹിപ്പിച്ചുകൊണ്ട് മൗനിയായി വിദ്യാസ്വരൂപനായി ശിവശങ്കരൻ ഒല്ലൂരിൽ പരിലസിക്കുന്നു. അതിനാൽ തന്നെ വിദ്യാവിജയങ്ങൾക്ക് ഏറെ ശ്രേഷ്ഠമാണ് ഈ ക്ഷേത്ര ദർശനം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദീർഘചതുരാകൃതിയിലുള്ള വിശാലമായ അഴികളോടുകൂടിയ ബലിക്കൽ പുരയും അതിബൃഹത്തായ ബലിക്കല്ലും പ്രൗഢഗംഭീരമായ കാഴ്ചകളാണ്. ബലിക്കല്ലിൻ്റെ ഉയരം കാരണം പുറത്തുനിന്ന് നാലമ്പല കാഴ്ചകളും ശ്രീകോവിലിലെ പ്രകാശവും ഒന്നും കാണുക സാധ്യമല്ല. നാലമ്പലം വിശാലമാണ്. ഓടുമേഞ്ഞ് അഴികളോടുകൂടിയ നമസ്കാര മണ്ഡപത്തിൽ ചെറിയ നന്ദികേശ്വര പ്രതിമയുണ്ട്. ദീർഘചതുരാകൃതിയിലുള്ള മുഖമണ്ഡപത്തോടുകൂടിയ ഇരുനില ശ്രീകോവിൽ അതിബൃഹത്താണ്. ഈ വിസ്മയ ശ്രീകോവിൽ ആര് എപ്പോൾ നിർമ്മിച്ചു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അറകളോടുകൂടിയ ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൽ ദിവ്യമായ ശിവലിംഗത്തിൽ ശ്രീ പരമേശ്വരൻ ഈ പ്രപഞ്ചത്തിനെ സംരക്ഷിച്ചുകൊണ്ട് പരിശോഭിക്കുന്നു. തപോധ്യാനങ്ങളിൽ മുഴുകിക്കഴിയുന്ന ഭഗവത് സ്വരൂപത്തിൻ്റെ ആ ദർശനം സമ്മാനിക്കുന്ന ശാശ്വതമായ ശാന്തിയും പരമാനന്ദവും അതീവ അലൗകികമാണ്. ദക്ഷിണാമൂർത്തി ഭാവവും ഇവിടെ വാഴുന്ന ഭഗവാന് ഉള്ളതുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ. പരമമായ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയും ഈ ക്ഷേത്ര ശ്രീകോവിൽ പ്രവഹിപ്പിക്കുന്നുണ്ട്. ശിവശ്രീകോവിലിൻ്റെ വലതുഭാഗത്ത് ശ്രീകോവിലിനോട് ചേർന്നും കൊണ്ട് തന്നെ ഒരു ചെറിയ ശ്രീകോവിലിൽ ഒക്കത്ത് ഗണപതി കുടികൊള്ളുന്നു. ഒക്കത്ത് ഗണേശന്റെ ദർശനം ഈ ക്ഷേത്രത്തിലെ ഒരു വലിയ പ്രത്യേകതയാണ്. മൂലഗണപതി സങ്കല്പത്തിൽ പരിലസിക്കുന്ന ഈ പ്രതിഷ്ഠ ഈ പുണ്യഭൂമിയിൽ ശിവപ്രതിഷ്ഠ വരുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭക്തജനങ്ങളുടെ എല്ലാ വിഘ്നങ്ങളും ഇല്ലാതെയാക്കിക്കൊണ്ട് സകല ഐശ്വര്യവും പ്രദാനം ചെയ്തുകൊണ്ട് ഗണനായകനായ ശിവപാർവതി പുത്രൻ ഒക്കത്ത് ഗണപതിയായി ഈ പുരാതന ക്ഷേത്രത്തിൽ പരിലസിക്കുന്നു. ഈ ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് ഏറെ ശ്രേഷ്ഠമാണ് എന്നാണ് വിശ്വാസങ്ങൾ.
പാർവതീ ദേവിയുടെ പ്രതിഷ്ഠ ഇവിടെ ഇല്ലെങ്കിലും ദേവിയുടെ സങ്കല്പത്തിൽ ശിവശ്രീകോവിലിന് പിറകിലായി വിളക്ക് തെളിയിച്ചു വെച്ചിട്ടുണ്ട്. നാലമ്പലത്തിന് പുറത്ത് മേൽക്കൂരയില്ലാത്തൊരു ശ്രീകോവിലിൽ ഒരു തറയിൽ വേട്ടയ്ക്കൊരു മകൻ, ഗണപതി, ശാസ്താവ് എന്നീ പ്രതിഷ്ഠകളുണ്ട്. ഒരു സർപ്പക്കാവും ഈ ക്ഷേത്രത്തിലുണ്ട്. പുല്ലാളൂർ അടുത്തുള്ള മേൽപ്പള്ളി മനയ്ക്കാണ് താന്ത്രിക അധികാരമുള്ളത്. പ്രധാന ആണ്ടുവിശേഷമായ ശിവരാത്രി 3 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. മഹാശിവരാത്രി നാളിൽ ഏകാദശം രുദ്രം ധാര, നവകം, പഞ്ചഗവ്യം, 1000 കുടം അഭിഷേകം എന്നിങ്ങനെയുള്ള താന്ത്രിക അനുഷ്ഠാനങ്ങളും പൂജകളുമൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് സാംസ്കാരിക പരിപാടികളും ഇവിടെ അരങ്ങേറുന്നു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ പ്രദോഷം പ്രാധാന്യമുള്ളതാണ്. രാവിലെ ഉഷപൂജ, വൈകിട്ട് ദീപാരാധന എന്നിങ്ങനെ നിത്യേന നടക്കാറുണ്ട്. 101 കുടം അഭിഷേകം, മഹാമൃത്യുഞ്ജയ ഹോമം, നെയ്വിളക്ക്, ശ്രീരുദ്രം ധാര, ക്ഷീരധാര, ഇളനീർധാര, പുഷ്പാഞ്ജലികൾ, കൂവളമാല, ഉമാമഹേശ്വര പൂജ, പ്രദോഷ പൂജ എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഇവിടെയുണ്ട്. കർപ്പൂരാദി ദ്രവ്യകലശം ഈ അടുത്ത കാലത്ത് ഇവിടെ നടന്നിരുന്നു. നവീകരണ പ്രവർത്തനങ്ങളും ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം അത്രയും പുരാതന ക്ഷേത്രമാകയാൽ പല ഭാഗങ്ങളിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതം തന്നെയാണ്. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഈ പുരാതന ക്ഷേത്രത്തിനെ തകർക്കുവാനായി ടിപ്പുവും സൈനികരും ഇവിടെ എത്തിച്ചേർന്നു എന്നും ആ സമയത്ത് ഭഗവാന്റെ ശക്തി ചൈതന്യത്തിൻ്റെ പ്രത്യക്ഷ അനുഭവം അവർക്ക് നേരിടേണ്ടി വന്നു എന്നൊക്കെയുള്ള കഥകൾ വാമൊഴികളായി പ്രചരിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ചരിത്രരേഖകൾ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ലാതായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. നിറച്ചും പലവിധ വൃക്ഷങ്ങളാൽ തിങ്ങി നിറഞ്ഞ പ്രശാന്ത സുന്ദരമായ ഈ ക്ഷേത്രഭൂമി ഒരു തപോഭൂമിയെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപുരയും വിസ്മയ ശ്രീകോവിലും ഉൾപ്പെടെ ഈ ക്ഷേത്ര കാഴ്ചകൾ ഓരോന്നും ഈ പുണ്യഭൂമിയുടെ ഗതകാല പ്രൗഢിയിലേക്ക് വിരൽ ചൂണ്ടുന്നവ തന്നെയാണ്. ഈ അതിപുരാതന ശിവക്ഷേത്രം എന്തുകൊണ്ടാവും ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്താതെ പോയത് എന്നൊരു ചിന്തയാണ് ഇപ്പോൾ മനസ്സിൽ നിറയുന്നത്. എന്തൊക്കെയോ കഥകൾ പറയാതെ പറയുന്ന ഈ അതിപുരാതന ഭൂമിയിൽ ആ വിസ്മയ ശ്രീകോവിലിലെ ദിവ്യമായ ശിവലിംഗത്തിൽ മഹാധ്യാനത്തിൽ മുഴുകി പരമമായ ശാന്തിയും സംരക്ഷണയും അറിവും പ്രദാനം ചെയ്തുകൊണ്ട് പരിശോഭിക്കുന്ന പ്രപഞ്ചപിതാവിൻ്റെ ആ ദർശനം സമ്മാനിച്ച അതീവ ദിവ്യമായ പരമാനന്ദത്തിനെ ആത്മാവിൽ നിറച്ചും കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു നടന്നത്. ഒരച്ഛൻ്റെ വാത്സല്യം പായസത്തിൻ്റെ മധുരമായി ഞങ്ങൾക്ക് സമ്മാനിക്കുവാനും ഈ പുണ്യഭൂമി മറന്നില്ല എന്നതും ഏറെ ധന്യമായ ഒരോർമ്മ തന്നെയാണ്. ഈ പുണ്യപുരാതന ഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഉച്ചരിച്ച വാക്കുകൾ നാഗഭൂഷണങ്ങളാൽ പ്രകാശിക്കുന്ന കൈലാസനാഥൻ്റെ ഏറെ പ്രിയപ്പെട്ട പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. ദുരിതാബ്ദിതീരത്ത് അലയും മനസ്സിനെ നേർവഴി നയിക്കുന്ന സത്യപ്രകാശമേ, കനിവേതുമില്ലാത്ത കടലായ ജീവിതം കരകയറാൻ കരമീകൂ പാർവതീ വല്ലഭ. ഹേ വിശ്വനാഥ ശിവശങ്കര ദേവദേവ, ഗംഗാധര പ്രമഥനായക നന്ദികേശ, ഭാണീശ്വരാന്തകരിഭോ ഹരലോകനാഥ, സംസാര ദുഃഖഗഹന ജഗദീശ രക്ഷ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. ഓം നമഃ ശിവായ.